Hello everybody, welcome to Dots Academy. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ അതിനകത്തെ ഒരു പേപ്പർ എന്നുള്ളത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. 2024 നോട്ടിഫിക്കേഷനിൽ ഏതാണ് പ്രൈസി റൈറ്റിംഗ്, കോംപ്രിഹെൻഷൻ ആൻഡ് തേർഡ് വൺ ഷോർട്ട് എസ്സേസ് ആണ്. അനുവദിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 60 മിനിറ്റ്, അതായത് 1 മണിക്കൂറും. ആൻഡ് മാർക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 60 മാർക്സ് ആണ്. ഇതിന് നമുക്ക് റെഫറൻസ് എന്ന് പറയുന്നത് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാരണം 2021 ക്വസ്റ്റ്യൻ പേപ്പറിലും എക്സാക്ട്ലി ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, പ്രൈസി റൈറ്റിംഗ്, ഷോർട്ട് എസ്സേസ് ആൻഡ് കോംപ്രിഹെൻഷൻ. അപ്പോൾ ഇവിടെ കിടക്കുന്നത് ഈ 2021 ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് 2021 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ, നമുക്ക് ഈ പ്രൈസി റൈറ്റിംഗ് അല്ല, ബട്ട് റാദർ ഈ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് നോക്കണം. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? മേക്ക് എ പ്രൈസി ഓഫ് ഇറ്റ് ഇൻ 90 to 100 വേർഡ്സ്. 90 to 100 വേർഡ്സിനകത്ത് പ്രൈസി എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊടുത്തിരിക്കുന്ന മാർക്സ് എന്ന് പറയുന്നത് 10 മാർക്സ്. ഒരുപക്ഷെ ഇതേ മാർക്സ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇതിൽ കൂടാമായിരിക്കും. പക്ഷെ നമ്മുടെ ഒരു റെഫറൻസ് എന്ന് പറയുന്ന ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടാനായിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതേപോലെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻ ആണ്. ഒരു പ്രൈസി റൈറ്റിംഗിൽ ഒരു ചോദ്യം വന്നു, രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻ ആണ്. അപ്പോൾ കോംപ്രിഹെൻഷനിലെ ചോദ്യം വരുന്നത് 20 മാർക്സ് ആണ്. സോ 30 മാർക്സ് മാറി കിട്ടി. പ്രൈസി റൈറ്റിംഗിന് 10 മാർക്സ്, ദെൻ കോംപ്രിഹെൻഷന് 20 മാർക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കുക, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. സോ ഇതിൻ്റെ താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത് ഇൻ നോട്ട് മോർ ദാൻ 3 സെൻറ്റൻസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 3 സെൻറ്റൻസസ് വരെയാകാം, അല്ലെ അതിൽ കുറവാണെങ്കിൽ കുഴപ്പമില്ല, ബട്ട് നോട്ട് മോർ ദാൻ 3. 3 സെൻറ്റൻസസിൽ കൂടാൻ പാടില്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് സമയം കളയാനും പറ്റില്ല നമുക്ക്, കാരണം ഇനിയും ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം 3 സെൻറ്റൻസ് തന്നെ ഒതുക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലതെന്ന് പറയുന്നത്. സോ 2 × 10 20 മാർക്സ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ, ഈ ഒരു പാസേജിന് താഴെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ കണ്ടു, വൈ ഈസ് ദ ബാലൻസിങ് ആക്ട് മെൻഷൻഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദി പാസേജ് എ ഡിഫിക്കൽട്ട് വൺ. സോ പാസേജ് വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ആൻഡ് നമുക്ക് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? സ്പേസ് കൊടുത്തിരിക്കുന്നത് 3 സെൻറ്റൻസസ് അറ്റ് മോസ്റ്റ്. കൂടി പോയാൽ നമുക്ക് എത്രയാണ്? 3 സെൻറ്റൻസസ് വരെ എഴുതാം. നീളം കൂടിയ സെൻറ്റൻസസ് ഉപയോഗിക്കാതിരിക്കുക. നീളം കൂടിയ സെൻറ്റൻസ് ആണെങ്കിൽ നമുക്ക് തെറ്റുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ലോങ് സെൻറ്റൻസസ് മാറ്റിയിട്ട് ഷോർട്ട് സെൻറ്റൻസസ് ആക്കുക. പിന്നെ അതുമാത്രമല്ല, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, എന്താണോ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം കോംപ്രിഹെൻഷൻ അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ വേർഡ്സിൽ അങ്ങ് എഴുതുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഒരു ചോദ്യം എഴുതിയാൽ പോരാ, 2 എഴുതിയാൽ പോരെ, ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് മുഴുവൻ നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ കോംപ്രിഹെൻഷൻ വായിച്ചിട്ട് വേണം നമുക്ക് എഴുതാനായിട്ട്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ 3 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കണ്ടു, 3 എന്ന് നമ്പർ ഇട്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് പ്രൈസി റൈറ്റിംഗ്, സെക്കൻഡ് കോംപ്രിഹെൻഷൻ ആൻഡ് ദ തേർഡ് വൺ എന്ന് പറയുന്നത് ഷോർട്ട് എസ്സേസ് ആണ്. ഷോർട്ട് എസ്സേസിൻ്റെ കാര്യം ശ്രദ്ധിക്കുക, 150 വേർഡ്സ്, 150 വേർഡ്സ് എന്നാണ്. അറൗണ്ട് 150 വേർഡ്സ് എന്ന് പറയുമ്പോൾ 150 വേർഡ്സ് നിർത്തണം എന്നല്ല, ഒരു 160-70 വരെയൊക്കെ എത്താം. പക്ഷെ ആ ഒരു റേഞ്ചിലായിരിക്കണം നമ്മുടെ ഒരു എസ്സേ. കൂടുതൽ എഴുതാനും നമുക്ക് സമയമില്ല, കാരണം 60 മിനിറ്റ്സേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വായിച്ച് കംപ്ലീറ്റ് ചെയ്യും വേണം. ഈ മാർക്സ് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്, കാരണം ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൻ്റെ മാർക്സും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് മാർക്ക് ലിസ്റ്റ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് തന്നെ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 3 ടോപ്പിക് ഉണ്ടെങ്കിലും നമുക്ക് എഴുതേണ്ടത് എത്രയാണ്? 2 എണ്ണം മാത്രം എഴുതിയാൽ മതി. സോ വളരെ വൈസായിട്ട് ചൂസ് ചെയ്യണം. മറ്റേതിൽ ചോയ്സ് ഇല്ല, എന്താണോ തന്നിരിക്കുന്നത് അത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. കോംപ്രിഹെൻഷൻ ആയാലും അതേപോലെ പ്രൈസി റൈറ്റിംഗ് ആയാലും. പക്ഷേ എസ്സേ റൈറ്റിങ്ങിൽ ചോയ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വളരെ വൈസായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കണം എന്നുള്ളതാണ്. ഇവിടെ നോക്കി, ദി ഇഫക്റ്റ് ഓഫ് ദി പാൻഡമിക് ഓൺ ദി ജുഡീഷ്യൽ പ്രോസസ്, ഇതാണ് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്കൻഡ് വൺ, ആ സമയത്തെ കോവിഡ് ടൈം ആണല്ലോ, അതുകൊണ്ട് ഹൈബ്രിഡ് ലേണിംഗ്. ആൻഡ് ദ തേർഡ് വൺ ഇസ് ട്രയൽ ബൈ മീഡിയ. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ എത്രയാണ് ചൂസ് ചെയ്യേണ്ടത്? 2 എണ്ണം ചൂസ് ചെയ്യണം. ആ 2 എണ്ണത്തിൽ നമുക്ക് എഴുതാൻ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് മാത്രവുമല്ല 150 വേർഡ്സിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. അതായത് വേർഡ് ലിമിറ്റ്, വേർഡ്സ് വളരെ കുറവാണ്. കുറഞ്ഞ വേർഡ്സിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതാണ്. സോ 2 എണ്ണം ചൂസ് ചെയ്യണം. ആൻഡ് ദെൻ ഇതെല്ലാം കൂടി ആണ് ടോട്ടൽ എന്ത് വരുന്നത്? ടോട്ടൽ മാർക്സ് വരുന്നത് 60 മാർക്സിൽ വരുന്നത്. ഈ 3 ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്?
വേർഡ് ലിമിറ്റ് ഏതെടുത്താലും, ഇപ്പോൾ പ്രൈസി റൈറ്റിംഗ് എടുത്താലും അതേപോലെ തന്നെ കോംപ്രിഹെൻഷൻ എടുത്താലും എസ്സേ എടുത്താലും, എസ്സേ എന്നല്ല പറയുന്നത്, ഷോർട്ട് എസ്സേ എന്നാണ് പറയുന്നത്. സോ അതിലെല്ലാം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വേർഡ് ലിമിറ്റ് ആണ്. അതായത് നമുക്ക് വാക്കുകൾ കൊണ്ട് അമ്മാനമാടാനുള്ള സമയമൊന്നും ഇല്ല. പിന്നെ രണ്ടാമത്തത് ടൈം ലിമിറ്റും. ഇതെല്ലാം കൂടി ചെയ്യേണ്ടത് എത്രയാണ്? 60 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതും വേണം. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എഴുതിയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് സ്കോർ കിട്ടുള്ളൂ. അതേപോലെ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പ്രിസൈസ് എക്സ്പ്രഷനാണ്. ഒരുപാട് വാക്കുകൾ കൊണ്ട് ഒരു ഐഡിയ കൺവേ ചെയ്യുക എന്നുള്ളതല്ല, കുറഞ്ഞ വാക്കുകളിൽ ഐഡിയാസ് കൺവേ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ എത്ര പ്രിസൈസ് ആയിട്ട് നമ്മളത് ഡെലിവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തത് അവോയ്ഡ്. അതുകൊണ്ട് തന്നെ അൺനെസസറി യൂസ് ഓഫ് വേർഡ്സ് അവോയ്ഡ് ചെയ്യുക. കാരണം പ്രിസൈസ് ആവണമെങ്കിൽ തന്നെ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ചിലപ്പം 3 വേർഡ്സിന് പകരം നമുക്ക് ഒരു വേർഡ് യൂസ് ചെയ്താൽ മതിയാവുമായിരിക്കും. പക്ഷേ അതിന് നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? നല്ലൊരു വൊക്കാബുലറി വേണം. നമുക്ക് നന്നായിട്ട് വേർഡ്സ് അറിഞ്ഞിരിക്കണം. അറിഞ്ഞാൽ മാത്രം പോരാ. കാരണം MCQവിൽ പഠിക്കുമ്പോഴേ നമ്മൾ വേർഡിൻ്റെ മീനിങ്ങും നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ പലപ്പോഴും പഠിക്കാറില്ല. അത് ഉപയോഗിക്കണമെന്ന് പഠിച്ചാൽ പോലെ അത് നമ്മൾ എഴുതി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്കറിയാറില്ല. അപ്പം നല്ലൊരു വൊക്കാബുലറി വേണം. അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ, അതെങ്ങനെ അപ്ലൈ ചെയ്യണം, ഏത് സാഹചര്യത്തിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? വെൽ തോട്ട് ഔട്ട് ഐഡിയാസ്. അതായത് ഐഡിയാസ് വളരെ പെട്ടെന്നും അതേപോലെ തന്നെ നന്നായി തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കണം. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടു, ട്രയൽ ബൈ മീഡിയ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ആ ഒരു 150 വേർഡ്സിനകത്ത് ആ കാര്യം അതിനകത്ത് വരണം. അതിൽ ട്രയലും നമുക്ക് എഴുതാൻ പറ്റില്ല, മീഡിയ അല്ല എഴുതുന്നത്. ട്രയൽ ബൈ മീഡിയ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അത് നമ്മൾ അത്രയും നന്നായിട്ട് ചിന്തിച്ചിട്ട് വേണം നമ്മളത് എഴുതാനായിട്ട്. സോ നമുക്ക് നല്ല പ്ലാനിങ് ഉണ്ടാവണം. ഒരു എസ്സേ എഴുതുമ്പം, അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻഷൻ ഉത്തരം എഴുതുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഒരു പ്രൈസി റൈറ്റിംഗ് എഴുതുന്നതിന് മുമ്പായിട്ട് നമുക്ക് നല്ല പ്ലാനിങ് വേണം. ഇങ്ങനെയാണ് ഞാൻ എഴുതാൻ പോകുന്നത് എന്നുള്ളത്. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന വേർഡ് ലിമിറ്റിൽ ആ ഒരു എസ്സേയോ അല്ലെങ്കിൽ ആ പ്രൈസിയോ നമുക്ക് എഴുതി തീർക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി ഷോർട്ട് എസ്സേ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ കുറേ സമയമൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ എഴുതി തുടങ്ങിയതിന് ശേഷമായിരിക്കും നമ്മൾ പോയിന്റിലേക്ക് കിടക്കുന്നത്. അത് നമുക്കൊരു 600 വേർഡ്സോ അല്ലെങ്കിൽ 700 വേർഡ്സിലോ ഒരു എസ്സേ ആണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. എന്നാൽ അതൊരു ശരിയായ രീതിയല്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നോ ബീറ്റിംഗ് അബൌട്ട് ദ ബുഷ്. ബീറ്റിംഗ് അബൌട്ട് ദ ബുഷ് എന്ന് പറഞ്ഞാൽ പോയിന്റിൽ എത്തുന്നതിന് മുമ്പേ നമ്മൾ കറങ്ങി പിന്നെ പോയിന്റിലേക്ക് എത്തി പിന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ച് അതിനൊന്നുള്ള സമയം നമുക്കില്ല. അതിനൊന്നുള്ള വേർഡ് ലിമിറ്റ് ഇല്ല. സമയത്തിനേക്കാളും പ്രശ്നം നമുക്ക് വേർഡ് ലിമിറ്റ് ഇല്ല, വേർഡ്സ് ഇല്ല. ഇത്രക്ക് ലിമിറ്റഡ് വേർഡ്സിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമേ എഴുത്തു തുടങ്ങാവൂ. അടുത്തത് എന്താണ്? റൈറ്റിംഗ് സ്കിൽ. അതും കൊഹിറൻറ്റ് റൈറ്റിംഗ് സ്കിൽ. നമുക്ക് വെറുതെ റൈറ്റിംഗ് സ്കില്ലൊന്നും പോരാ, നമുക്ക് വളരെ ലോജിക്കലായിട്ട് പോയിൻറ്റ്സിനെ അറേഞ്ച് ചെയ്യാനുള്ള റൈറ്റിംഗ് സ്കിൽ. എന്തെങ്കിലും എഴുതി വെക്കുക എന്നുള്ളതല്ല, ചോദ്യത്തിനനുസരിച്ച് എഴുതണം, അതിന് പോയിൻറ്റ്സ് ഉണ്ടായിരിക്കണം. അതും പോയിന്റ് ബൈ പോയിന്റ് അല്ല എഴുതുന്നത്. ഒരു ട്രഡീഷണൽ എസ്സേ എഴുതുന്ന പോലെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടുത്ത പോയിന്റ് ആ ഫുൾ സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുകയാണ് ചെയ്യുന്നത്. സോ നല്ല റൈറ്റിംഗ് സ്കില്ല് വേണം, കൊഹിറൻ്റ് ആയിരിക്കണം, ലോജിക്കലായിരിക്കണം. വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് സുഗമമായിട്ട് നമുക്ക് ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റൈറ്റിംഗ് സ്കില്ല് നമുക്ക് വേണം. ആ റൈറ്റിംഗ് സ്കില്ലിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് റൈറ്റിംഗ് പ്രാക്ടീസാണ്. നന്നായിട്ട് എഴുതി പരിശീലിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു എസ്സേ എഴുതാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് തോന്നും നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് തന്നിരിക്കുന്നത്, എഴുതാം എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാകും. പക്ഷെ നമ്മൾ എഴുതി തുടങ്ങുമ്പം നമുക്ക് ചില വാക്കുകൾ ഇടയിൽ കിട്ടാതാകും. അതിൻ്റെ കാര്യം എന്താണ്? ആ വാക്ക് എന്താ പറയേണ്ടതെന്നുള്ളത് ഓർമ്മയില്ല. അപ്പം എന്താ എഴുതേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല, എങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ വരാതിരിക്കാൻ നമുക്ക് നല്ല റൈറ്റിംഗ് പ്രാക്ടീസ് വേണം. പിന്നെ വേറൊരു കേസും കൂടി, റൈറ്റിംഗ് പ്രാക്ടീസിൻ്റെ വേറൊരു കേസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് ആ എസ്സേ പഠിച്ചിട്ടങ്ങ് പോയി അതുപോലെ അങ്ങ് എഴുതാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്താ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് അറിയാൻ പറ്റില്ല. സോ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? യു ക്യാൻ ബി പ്രിപ്പയർഡ് ടു റൈറ്റ് ഓൺ എനി ടോപ്പിക് ഇഫ് യു ഹാവ് ആംപിൾ റൈറ്റിംഗ് പ്രാക്ടീസ്. നമുക്ക് ഏകദേശം ടോപ്പിക്സ് ഒക്കെ പറയാൻ പറ്റും, അതേ എക്സാക്റ്റ് ടോപ്പിക്ക് വരണം എന്ന് നിർബന്ധമില്ല. പക്ഷേ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തൊരു വ്യക്തിക്ക്
ഏതൊരു ടോപ്പിക്ക് കണ്ടാലും ഒരു പൊതുധാരണ അയാൾക്കുണ്ടാകും അതിനെക്കുറിച്ച്. പിന്നെ ബാക്കി നമ്മുടെ സ്കില്ല് പോലെ ഇരിക്കും. അപ്പോൾ കുറച്ച് ജനറൽ അവയർനെസ്സും അത്യാവശ്യം റൈറ്റിംഗ് സ്കില്ലുള്ള ഒരു വ്യക്തിക്ക് വളരെ എളുപ്പം തന്നെ കടന്നുകൂടാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് പ്രോപ്പർ ഇവാലുവേഷൻ ഓഫ് ദി എസ്സേ. ഈ റിട്ടൺ വർക്ക് ഓർ ദി റിട്ടൺ വർക്കിൻ്റെ പ്രോപ്പർ ഇവാലുവേഷൻ എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എഴുതിയത് എത്രത്തോളം ശരിയാണ്, ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൻ്റെ റിവ്യൂ, അതിൻ്റെ ഫീഡ്ബാക്കും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ നമുക്ക് നല്ല വൊക്കാബുലറി ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് നല്ല റൈറ്റിംഗ് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, എഴുതിയ സാധനം ശരിയാണോ തെറ്റാണോ എന്ന് വളരെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ഇത് റിവ്യൂ ചെയ്യിപ്പിക്കുകയും വേണം. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് എന്താണ്? അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ ഈ റൈറ്റിംഗ് പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് റീഡിംഗ് ഹാബിറ്റാണ്. അപ്പോൾ അത് ഇപ്പോഴില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇപ്പം അങ്ങ് വായിച്ചു തുടങ്ങാം. നമ്മൾ എക്സാമിൻ്റെ ഡേറ്റ് വരാനായിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴേ റീഡ് ചെയ്ത് തുടങ്ങുക. ഇംഗ്ലീഷിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഒരു ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഈവൻ ന്യൂസ് പേപ്പർ, അതായിരിക്കും ബെറ്റർ. കാരണം നമ്മുടെ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ കണ്ടിട്ട് മനസ്സിലാവുന്ന എന്താണെന്ന് വിചാരിച്ചാൽ, കറൻറ്റ് അഫയേഴ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്ക്രിപ്റ്റീവ് വരുന്നത്. ഇപ്പം 2021 എന്ന് പറയുന്നത് കോവിഡ് ടൈമാണ്, അതായിരിക്കാം ഒരു പക്ഷേ ഹൈബ്രിഡ് ലേണിങ്ങിൻ്റെ ചോദ്യം. അതേപോലെ തന്നെ മീഡിയ ട്രയലൊക്കെ ആ സമയത്ത് വലിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എടുത്തിട്ട് അത് വായിച്ച് തുടങ്ങാവുന്നതാണ്. എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ന്യൂസ് ഐറ്റത്തിൽ തുടങ്ങി കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ന്യൂസ് ഐറ്റത്തിലേക്ക് പതുക്കെ പോകാവുന്നതാണ്. അതേപോലെ തന്നെ അതിനൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വൊക്കാബുലറി, നമ്മുടെ വേർഡ്സിൻ്റെ ആ ഒരു ലിമിറ്റ്, എത്രയെങ്കിലും ഒരു പരിമിതി ഉണ്ടാവുമല്ലോ, അത് നമുക്ക് മറികടക്കാവുന്നതാണ്. അതേപോലെ തന്നെ പോയിൻറ്റ്സ് കുറിച്ച് വെക്കാവുന്നതാണ്. അപ്പം കുറച്ച് സമയം അതിനായിട്ട് ചിലവഴിക്കുക. അതായത് വായനാശീലം, ഇംഗ്ലീഷിലുള്ള വായനാശീലം കൂട്ടാൻ. രണ്ടാമത്തെ എന്ന് പറയുന്നത്, അതിനോടൊപ്പം തന്നെ ചെറിയ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു എസ്സേ എഴുതി തുടങ്ങാവുന്നതാണ്. അതായത് ആ റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനാണ്. അതൊരു ചെറിയ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്താൽ മതി. എല്ലാ ദിവസവും ഇത് ഒരാളെ കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കണമെന്ന് ഇപ്പം ഫസ്റ്റ് സ്റ്റേജിൽ നിർബന്ധമില്ല. അപ്പോൾ ആദ്യം എഴുതിയതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് നമ്മൾ തന്നെ അതൊന്ന് വായിച്ചു നോക്കും. അപ്പം നമുക്ക് തന്നെ മനസ്സിലാകും എന്തൊക്കെയോ പോരായ്മയുണ്ട് എന്നുള്ളത്. സോ അതിൽ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താവുന്നതാണ്. ഫസ്റ്റ് സ്റ്റേജിൽ അങ്ങനെ ചെയ്തിട്ട് അടുത്ത ഒരു സെക്കൻഡ് സ്റ്റേജ് മുതൽ നമുക്ക് വളരെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ടത് ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ പ്രസൻ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്